എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുരുഷന്മാരില് ജി സ്പോട്ടിനെ കുറിച്ച് അറിയണ്ടേ? അതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. അതെ, സ്ത്രീയിൽ മാത്രമല്ല ജി സ്പോട്ട്, പുരുഷനിലും ആ സുഖാനുഭവ കേന്ദ്രമുണ്ടെന്ന് സ്റ്റഡീസ് കണ്ടെത്തിയിരിക്കുന്നു. അതെ, ശരീരം മുഴുവൻ കോരിത്തരിക്കുന്ന വികാരം കൊള്ളിക്കുന്ന പുരുഷനിലും ജി സ്പോട്ട് ഉണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. സ്ത്രീകളുടെ ജി സ്പോട്ട് ദർശിക്കുവാനും അതുപോലെ സ്പർശനവും സാധ്യമാണ് എങ്കിൽ പുരുഷനിലെ ജി സ്പോട്ട് ദർശിക്കുവാനും സ്പർശിക്കുവാനും പ്രയാസമാണ്. ഇതാണ് രണ്ടുപേരെയും വ്യത്യസ്തമാക്കുന്നത്. പുരുഷന്റെ ജി സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് അവന്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലാണ്. അതെ, അത് ലിംഗത്തിന്റെയും മൂത്രസഞ്ചിയുടെയും ഇടയിലായാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പ്രയാസവുമാണ്. പുരുഷനെ വികാരത്തിന്റെ തീവ്രതയിലെത്തിക്കുവാൻ ഈ സ്റ്റിമുലേഷൻ പുരുഷനെ മറ്റൊരു ലോകത്തേക്ക് തന്നെ എത്തിക്കും. പക്ഷേ ജി സ്പോട്ട് ഇത്തരം ഭാഗങ്ങളിലായതുകൊണ്ട് തന്നെ സ്റ്റിമുലേഷൻ സാധ്യവുമല്ല. എങ്കിലും അത്തരം ഭാഗങ്ങളിലൂടെ പതിയെയുള്ള ഒരു സ്പർശനം അത് പുരുഷനെ ഉണർത്തുന്നുണ്ട്. അതെ, പലതരത്തിലുള്ള നാഡീഞരമ്പുകളുടെ ഒരു കൂട്ടം തന്നെയാണ് ആ ഭാഗത്തുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പതിയെയുള്ള സ്പർശനം പുരുഷന് വളരെ സുഖാനുഭൂതിയാണ് നൽകുന്നത്. അതുപോലെ ചില പുരുഷന്മാർ ലിംഗത്തിലും മറ്റും ചില വസ്തുക്കൾ കഴറ്റി സുഖം അനുഭവിക്കുന്നവരുണ്ട്. ഇത് ചിലപ്പോൾ ജി സ്പോട്ടിന്റെ ഭാഗമായെന്ന് വരാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുണ്ടാക്കുന്നത്. അതെ, ഇത് ലിംഗത്തെ കേടുപാടുകൾ ഉണ്ടാക്കുവാനും മുറിവുണ്ടാക്കുവാനും ഇൻഫെക്ഷൻ ഉണ്ടാക്കുവാനും ചിലപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള അപകടകരമാം വിധം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പുരുഷനിലെ ജി സ്പോട്ട് തിരഞ്ഞു പോകേണ്ട കാര്യമില്ല. അത് ആ ഭാഗങ്ങളിൽ തന്നെ നിൽക്കട്ടെ. അതിനായി നിങ്ങൾ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുവാനും കുറുക്കുവഴികൾ തേടേണ്ടതുമില്ല. കാരണം അത് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റു പല തരത്തിലുള്ള രോഗങ്ങളായിരിക്കും സമ്മാനിക്കുക. എങ്കിലും സ്റ്റഡീസ് പറയുന്നതിനനുസരിച്ച് പുരുഷനിലും ജി സ്പോട്ട് ഉണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.